ഗൈസ് നിങ്ങൾ മണവാളൻ ഇഷ്യൂ അറിഞ്ഞാണല്ലോ നമ്മുടെ MMA ഫൈറ്റിന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണാം. ഓക്കെ, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഫിയർ ഒക്കെ മാറല്ലേ, ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക്, ഇതൊരു ജസ്റ്റ് ഒരു മാച്ച്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? ഇറങ്ങിയത് ഓക്കെ. ഇങ്ങനെ ഇതെടുത്ത് യൂട്യൂബ് ഇടും കോപ്പ് ഉണ്ടാക്കുന്ന അതും ബ്രോ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. കാരണം എനിക്ക് 30 വയസ്സുണ്ട്. ഓക്കെ ഓക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു MMA ഇതിന് ഇറങ്ങുന്നത്. ഓക്കെ ഓക്കെ. ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ? ഒരു കോപ്പും അല്ല ഇത്. അതും ബ്രോ സാധാരണ ഉള്ള 3 മിനിറ്റിന്റെ മാച്ച് അല്ലേ, 1.5 മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ച് ആണ്. കാരണം ചുമ്മാ ഇത് അറിയാനും ഒപ്പോണന്റ് അറിയാനും. ഞങ്ങള് 2 പേരുണ്ട്, ഞാനും പിന്നെ ഒരു 46 വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താ. ഈ എങ്ങനെ വന്നു ഇവൻ ഇതിട്ട് ഇത്രയും ഷോ കാണിക്കുന്നൊന്നും അല്ല, അവൻക്കുള്ള പണി കൊടുത്തിട്ടുണ്ടല്ലോ, സീനില്ല. ഗൈസേ, ഇപ്പം മണവാളം പറഞ്ഞത് കാർ ഇരുന്ന് കുണയ്ക്കാനും ഗെയിം കളിച്ച് ഫോണിലിട്ട് കുണയ്ക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അത് ഈഗിളിനെയും പിന്നെ ഗെയിം കളിക്കുന്ന പിള്ളേരെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പോട്ടെ, മറ്റേ കാർ ഇരുന്ന് കുണയ്ക്കുന്ന ഹരിയാണെന്നാന്ന് പറയാം. ഇവരൊക്കെ കുണയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ കുണയ്ക്കുന്നുണ്ട്. നിന്നെപ്പോലെ ഊമ്പിച്ചിട്ടുള്ള പരിപാടി അവർ ചെയ്തില്ല, മനസ്സിലായോ? എന്തുകൊണ്ടിത് പാവം പിടിച്ച ചെറുക്കനെ വെച്ചിട്ട് കുണച്ചിട്ട് അവൻ കുണാൻ വേണ്ടി ഓടാ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കും. മണവാളൻ പരിവാണം. നിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 മലവാണങ്ങൾ, അമ്മമാർക്ക് എന്ത് ഇപ്പം തെറ്റിയല്ല ഊമ്പിയാ?